ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കൊച്ചു വീട്ടിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണല്ലോ എന്നും നമ്മളൊക്കെ വരുന്നത് അല്ലേ. അപ്പോഴേ എവിടെ നോക്കിയാലും പെൺപിള്ളേരെ മൊത്തം അങ്ങ് പാടി തകർക്കുവാന്നേ. അപ്പോഴും നമുക്കും ഒന്ന് പാടണമല്ലോ. വലിയ ഗായികയൊന്നും ഇല്ലേലും ഈ പെൺപിള്ളേരെ നമുക്കും കടത്തി ഒന്ന് വെട്ടണമല്ലോ. അപ്പോഴും ഞാനും ഇറങ്ങി ഒരു പാട്ടൊക്കെ പാടാമെന്ന് വിചാരിച്ചു. എവിടെ നോക്കിയാലും നമ്മുടെ മൊബൈൽ അങ്ങോട്ട് ഓണാക്കുമ്പോഴേ ചെണ്ടുമല്ലികപ്പൂ കാണാൻ ചന്തമില്ല പെണ്ണി ഇത് തന്നെ. അപ്പോഴും ഞാനും വിചാരിച്ചു ആഹാ എൻ്റെ വോയിസിൽ നിങ്ങൾക്കും ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹം കാണത്തില്ല. അപ്പോഴും ഞാനെന്തേ ഇവിടെ എഴുതി കുറിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അത്ര ഓളത്തിലല്ലോ നമുക്കൊന്ന് പാട്ട് പാടാം. ചെണ്ടുമല്ലികപ്പൂ കേട്ടോ, എനിക്ക് നല്ല രസമുണ്ട്. ആരാണോ ഇത് എഴുതിയത് നല്ല സൂപ്പർ പാട്ടാ, എനിക്കിഷ്ടമാണ്. പെൺപിള്ളേർ മൊത്തം ഇത് പാടി തകർക്കും കേട്ടോ. എനിക്കൊട്ടും അറിയത്തതുമില്ല. ഇനി ആ എമ്മി എങ്ങാണം വന്ന് ടെമ്പോയും സംഗതിയും ഒന്നും ഇല്ലെന്ന് പറയുമോ എന്തോ, അതാണ് എൻ്റെ പേടി കേട്ടോ. കൊണ്ടേലും ഇല്ലേലും ക്ഷമിക്കുക. അത്ര ഉള്ളത്തില്ലല്ലോ നമുക്കും ഒന്ന് പാടണ്ടേ. പാടാം. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി, കരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി ഇക്കിളി പാകി. ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്ത് കാന്തി, അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകുഭവതി. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പാട്ട്? ഒത്തിരി ദിവസം കൊണ്ട് ഞാനിവിടെ പാട്ട് പാടി പഠിച്ച് ഒരു പരിവായി കേട്ടോ. ആഹാ അത്ര ഉള്ളത്തില്ലല്ലോ. പിള്ളേരൊക്കെ പാടിക്കൊണ്ടങ്ങ് നടക്കുക. എവിടെ ഇറങ്ങിയാലും എവിടെ മൊബൈൽ ഒന്ന് ഓണാക്കുമ്പോഴത്തേനും ചെണ്ടുമല്ലികപ്പൂവ. അപ്പോഴും നമ്മളും പാടി സമാധാനമായി കേട്ടോ. എനിക്ക് ഒത്തിരി ദിവസം കൊണ്ട് ഇവിടെ ഇരുന്ന് പാടി ഇല്ലേ. ഏതാ ചെമ്മീനകത്ത് നമ്മുടെ മധുചേട്ടൻ മധുചേട്ടനാണോ നസീറാണോ പാടി ഒരു പരുവായി കേട്ടോ. അപ്പോഴും പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണേ. ചുമ്മാ നമുക്ക് ഇതൊക്കെ ഒരു കുഞ്ഞു സന്തോഷങ്ങളല്ലേ. നമ്മൾ വലിയ പാട്ടുകാരൊന്നും അല്ല കേട്ടോ. നമുക്കൊക്കെ ചുമ്മാതെ നമ്മളൊക്കെ വലിയ പാട്ടുകാരൊന്നും അല്ലെങ്കിലും പാടണം കേട്ടോ. കഴിവുകളൊക്കെ പുറത്താക്കണം. പുറത്ത് ഇതാ വന്നു അടുത്ത പാട്ടുകാരൻ. എൻ്റെ പാട്ടുകാരൻ വന്നു കേട്ടോ. എന്തുവാ മഴ വരുന്ന കണ്ടോ? വേറെ എല്ലാം പറക്കി ഇട്ടോ. മഴ വരുന്നു. അയ്യോ ഭയങ്കര കോള്. അപ്പോഴും നമുക്ക് വീഡിയോ കാണാൻ പോവാം കേട്ടോ. അപ്പോഴും നമ്മുടെ കുഞ്ഞടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കറി ഷോ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞു കുക്കറി ഷോ ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നു. അപ്പോൾ ആദ്യമേ ഇന്ന് നമുക്ക് രാവിലെ ചായയൊക്കെ ഇട്ടു. പിന്നെ നമുക്ക് ഇന്ന് എന്തായിരുന്നു കാപ്പിക്ക് കുഴക്കട്ടയായിരുന്നു കേട്ടോ. കുഴക്കട്ടയായിരുന്നു, അരിയുടെ കൊഴുക്കട്ടയായിരുന്നു, ശർക്കരയൊക്കെ വെച്ചുള്ള കൊഴുക്കട്ടയായിരുന്നു. ഒത്തിരി നാളായി കൊഴുക്കട്ടയൊക്കെ കഴിച്ചിട്ട്. അല്ലാത്തല്ലേ ഇന്നലെ ഞാൻ ബജിയാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞില്ലേ എന്നെ വഴക്ക് പറയില്ലേ എന്ന്. ഇന്നലെ ചുമ്മാ അതങ്ങ് ഉണ്ടാക്കിയത് കേട്ടോ. പുട്ടുണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴും അത് ഇരുന്നത് കൊണ്ടൊരു രസത്തിന് നമുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തതാട്ടോ. അപ്പോഴും ഞാനും ഒന്ന് കഴിച്ചതാ. എന്നെ വക്ക് പറയല്ലേ, എന്നെ അടിച്ചല്ലേ. ടീച്ചർമാരെ, അമ്മമാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ എന്നെ അടിക്കല്ലേ. ഇന്നലത്തെ ഒരു ദിവസത്തേക്ക് എന്നോട് ക്ഷമിക്കണേ. അപ്പോഴിന്ന് നമുക്ക് കുഴക്കട്ടയായിരുന്നു. അപ്പോഴും മീൻ കിട്ടിയത് മത്തിയും കിട്ടി, നമുക്ക് ചൂടയും കിട്ടി. ചൂട മീൻ ഇന്ന് ഞാൻ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇന്നലത്തെ നമ്മുടെ മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. വറക്കാനുള്ളത് വേളാക്കണ്ണി. പണ്ടൊക്കെ ഞാൻ വേളാങ്കണ്ണി എന്നൊക്കെ ആയിരുന്നു പറയുന്നത്. വെള്ളാക്കണ്ണി കേട്ടോ. വേളാങ്കണ്ണി എന്നൊക്കെ ഞാൻ പറയായിരുന്നു. നമുക്ക് അറിയാൻ വയ്യാത്ത സമയത്ത് വെള്ളാക്കണ്ണി മീൻ അത് അരപ്പ് പുരട്ടി നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി നമുക്ക് ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മുളക് പുളിയും മുളകും
അപ്പോഴത് ദേ അങ്ങോട്ട് എടുത്ത് വെച്ച്. ഇന്ന് നമുക്ക് പിന്നെ ചീനിയുണ്ട്. അപ്പോഴും മെനഞ്ഞാന്നായിരുന്നെന്ന് തോന്നുന്നത് നമുക്ക് ചൂരമീൻ ഉണ്ടായിരുന്നില്ല. എന്നോട് രാവിലെ പറഞ്ഞേ എനിക്കെന്ത് ഇച്ചിരി ചീനി വേവിച്ച് തരണേന്ന്. ചൂരയും വാങ്ങിച്ചുകൊണ്ട് തന്ന് പോയ ആള് വന്നത് 1 മണിക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ചീനിയും പ്രതീക്ഷിച്ച് ഇങ്ങനെ എനിക്ക് ഇപ്പം കൊണ്ടുവരും. വന്നത് എപ്പോഴാണ് 1 മണിക്ക് ചോറിന സമയത്ത്. ഞാൻ ചോദിച്ചപ്പോഴേ ചീനി അത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്കിന്ന് ചീനി ഉണ്ട് കേട്ടോ. ചീനി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒത്തിരി ദിവസമായി. ആഗ്രഹങ്ങളല്ലേ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ ചീനി വേണം. മോനും ഇഷ്ടമാണല്ലോ. അപ്പോൾ ചീനി ഉണ്ട്. ചീനി വേവിക്കണം. എൻ്റെ PA വന്നിട്ടുണ്ട്. 2 എണ്ണം കൂടെ അതേ അയ്യത്ത് കിടന്ന് ഉരുണ്ട് മറഞ്ഞ് ഭയങ്കര അടി. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എനിക്ക് വയ്യ. രാവിലെ മരക്കാലൊക്കെ കോതാൻ വന്നപ്പോഴേ എന്തോ കൊണ്ടുപോയപ്പം ഒരു ചെമ്പരത്തി, നല്ലൊരു ചെമ്പരത്തിയാണ് ഞാൻ എവിടുന്നോ കൊണ്ടുവന്നത്. അത് അമ്മ അവിടെ PA കൊണ്ട് തന്നെ കൊണ്ടുപോയി നട്ടു. അപ്പോഴത് പിന്നെ തൂപ്പ് കൊണ്ടുപോയ സമയത്ത് എങ്ങനെയോ അതങ്ങ് വീണ് മറിഞ്ഞ് കിടക്കുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു വേണ്ട ആ ചെമ്പരത്തി തറയിൽ വീണത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മയുടെ അടുത്ത് എന്ന് പറയുന്നത് വേണ്ട ചെമ്പരത്തി മറിഞ്ഞ് വീണ് കിടക്കുന്നു. അപ്പോഴന്നേരം അമ്മ പറയും നീ തന്നെയാണ് ഒടിച്ചിട്ടത്, നീ തന്നെയാണ്. അവിടെ ഭയങ്കര അടി നടക്കുന്നേട്ടാ. ഞാൻ അവിടെ എനിക്ക് പോകുന്നു, ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ് അവിടെ കാണാൻ മണ്ണുണ്ടെങ്കിൽ അത് ഒത്തിരി വാരിക്കൂട്ടി അവിടെ കാണാൻ നൂത്ത് വെക്കാൻ. അങ്ങനെ രണ്ടും കൂടെ അവിടെ ഭയങ്കര പരിപാടി നടക്കുന്നു. അയ്യത്തൊക്കെ ചുമ്മാ രാവിലെ ഇനി വരും. വേറെ പണിയൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പാവല്ലേ, എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞേച്ചി. പാട്ട് കേൾപ്പിക്കാം. ആ പാട്ടെന്ന് പാടിയൊന്നും കൂടെ ഏത് പാട്ടായിരുന്നു? അത് ഏത്? ഞാൻ കേട്ടില്ലല്ലോ. അതേതാ? ഒന്നും കൂടെ ഇല്ല. ആ പാട്ടൊന്നും പാടുന്നില്ല. എന്നാ ഞാൻ വെള്ളവും തരത്തില്ല. പാട്ട് പാടാൻ എന്താ? ഇല്ല, ഞാൻ തരത്തില്ല. എടുത്തു. ഇല്ല, തരത്തില്ല. പാട്ട് പാടാൻ പിടിക്കാനൊന്നും അല്ല. പാടിയില്ല കേട്ടോ. ഏതോ ഒരു പാട്ട് എപ്പോഴും പാടും. ആ പാട്ട് പാടാനാണ് ഞാൻ പറഞ്ഞത്. മീൻ വേവട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായി തിളച്ചൊക്കെ വന്നു. തീ കുറച്ചിട്ടേക്കോട്ടോ. വറ്റി വന്നു. ഒത്തിരി നാളായി നമുക്കിവിടെ മത്തി കിട്ടിയിട്ട് കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒന്നും ഇട്ടാൽ കൂടിപ്പോവും. അതുകൊണ്ട് അവനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പാവിക്ക തോരൻ വയ്ക്കാം കേട്ടോ. കടുക് വറുത്ത് അങ്ങോട്ടിടാം. ശ്രീജ ചേച്ചിയെ ഞാനേ ഒരു 5 കിലോ വെളിച്ചെണ്ണ ചോദിച്ചായിരുന്നു. എൻ്റെ വെളിച്ചെണ്ണയൊക്കെ തീർന്ന് വാങ്ങിച്ചത് കേട്ടോ. ഞാനൊരു 5 കിലോ വെളിച്ചെണ്ണ ചോദിച്ചിട്ട് തരാന്നൊക്കെ പറഞ്ഞ് എന്തായി എന്തോ എനിക്കറിയത്തില്ല. വെളിച്ചെണ്ണ ഇതുവരെ ഇനി വന്നില്ല കേട്ടോ. ഞാനിങ്ങനെ കൊറിയറുകാർ വരുന്നു ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. എനിക്കെങ്ങാണ് ഇനി പാഴ്സൽ വില ആരെങ്കിലും ഒക്കെ അയക്കും എന്തോന്നറിയാൻ. ചക്കക്കുരു ചോദിച്ചിട്ടുണ്ട്, മാങ്ങ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടുകാരോട് മൊത്തം എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാവോ. അപ്പോഴേ എനിക്ക് ഇതുവരെ ഇനി കിട്ടിയില്ല കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ കേട്ടോ. ഇവിടെ എത്ര വെളിച്ചെണ്ണ കൊണ്ടുവന്നാലും എനിക്കിവിടെ മുഴുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 5 കിലോ വെളിച്ചെണ്ണ ഇങ്ങോട്ട് പോരട്ടെ കേട്ടോ. നമ്മുടെ പാവയ്ക്ക ഇടാനുള്ളത് കേട്ടോ. പാവയ്ക്ക തേങ്ങയിട്ടൊക്കെ തിരികെയൊക്കെ ഇട്ട് വെച്ചേക്കും കേട്ടോ. അതങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം. പാവയ്ക്ക തോരൻ ഒത്തിരി ദിവസമായി. ഒരെണ്ണം ഞാൻ കാണാതെ എവിടെയോ ഇരുന്നത് പാത്തിരുന്നത് കേട്ടോ. അപ്പോൾ ആ പാവയ്ക്ക എടുത്ത് തോരൻ വെച്ചാൽ വിചാരിച്ചു. പാവയ്ക്ക തോരൻ അത്ര ഇഷ്ടമൊന്നും അല്ല. ഞാനങ്ങ് വെക്കുക കേട്ടോ. വെക്കുക. അപ്പോഴവനൊന്ന് റെഡിയാവട്ടെ. നമുക്ക് അടച്ച് വെക്കണം. അടുത്തത് ചീനി വെക്കണം. ഇത് ഒന്ന് മൂത്തൊക്കെ വരട്ടെ.
നമ്മുടെ പാവയ്ക്ക ഒരു വിധമൊക്കെ ആയി കേട്ടോ. കയ്പില്ലാത്ത പാവയ്ക്ക കേട്ടോ. ചില ദിവസം ഉണ്ടല്ലോ ഞാൻ അരിക്കുന്ന പാവയ്ക്ക് ഭയങ്കര കയ്പെന്ന്. പക്ഷെ ഞാൻ നോക്കിയപ്പം കയ്പില്ല കേട്ടോ. അതിനി പാവയ്ക്കയുടെ ആയിരിക്കും അല്ലേ, പാവയ്ക്കയുടെ ആയിരിക്കും. ഇത് നന്നായിട്ട് തോരനൊക്കെ എല്ലാവരും വെക്കാറുണ്ടോ? കയ്പില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചീനി വയ്ക്കാം. ചീനിൻ്റെ ഇന്ന് പച്ചമോര് ഇന്നലത്തെ പുളിങ്കറി വെച്ചത് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല പുളിങ്കറിയായിരുന്നു കേട്ടോ. ഞാൻ പറയത്തില്ല, അത് ആറുമ്പോഴേ അതിന് ടേസ്റ്റ്. ഉടച്ചു വെച്ച് തൈരും അപ്പോഴും പച്ചമോരും മീൻ മറക്കാനിരിക്കുന്നു. ഇനി വേണ്ട പപ്പടം കാച്ചതിരിപ്പുണ്ട്, മീൻ മറക്കാനിരിക്കുന്നു. ചീനി ഒന്ന് വേവട്ടെ, അതിനൊന്ന് അരച്ചൊക്കെ വയ്ക്കട്ടെ കേട്ടോ. ചൂടാ ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു, നാളെ എടുക്കാം. എല്ലാം കൂടെ വേണ്ട കേട്ടോ. ചീനി തിളച്ച കേട്ടോ. ചീനിക്കും ഇതെന്തില്ല, തിളച്ചോണ്ടിരിക്കുന്നു. അപ്പോഴും വേണ്ട അരപ്പ് ശരിയാക്കി വെച്ചു. മറന്നുപോയി, നമ്മുടെ പപ്പടപ്പൂപ്പം വന്നായിരുന്നു കേട്ടോ. പപ്പടപ്പൂപ്പം ഒത്തിരി ദിവസമായി ഞാൻ കണ്ടിട്ട്. എന്നോട് അന്നേരം വന്നപ്പോഴേ ചോദിച്ചു, മോളെ കണ്ടില്ല, മോളെ ഇന്നാൾ വന്നപ്പോൾ കണ്ടില്ല, ഞാൻ എങ്ങാണ്ട് പോയിരുന്നു കേട്ടോ. അപ്പോഴും കണ്ടില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും അപ്പൂപ്പൻ വന്ന് അപ്പൂപ്പൻ അങ്ങ് സങ്കടം പറഞ്ഞില്ല. അപ്പോഴും ആ സങ്കടം എല്ലാം കേട്ടിട്ട് ഞാൻ എൻ്റെ സങ്കടമെല്ലാം അപ്പൂപ്പനോടും പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ രണ്ടും കൂടെ പരസ്പരം അങ്ങോട്ട് സങ്കടങ്ങളൊക്കെ രാവിലെ അങ്ങോട്ട് കൈമാറി കഴിഞ്ഞപ്പോഴും അവിടെ അണ്ണനും ഉണ്ടാകുന്ന ആ സമയത്ത് കേട്ടോ. അപ്പോഴും സങ്കടങ്ങളെല്ലാം കൈമാറിയിട്ട് ഒരു ഇച്ചിരി ആശ്വാസം അപ്പൂപ്പയും വന്നു, ഇച്ചിരി ആശ്വാസം എനിക്കും വന്നു. അത്ര ഉള്ളത്തില്ല. അപ്പൂപ്പ വന്ന് എൻ്റെ അടുത്ത് എന്ന് പറയാം. എനിക്കോ എൻ്റെ ദൈവം എനിക്കറിയത്തില്ല, എനിക്ക് ഇഷ്ടം പോലെ നീണ്ടു പരന്ന് ഇങ്ങനെ കിടക്കും കേട്ടോ. നീണ്ടു പരന്ന് കിടക്കും എൻ്റെ സങ്കടങ്ങൾ. അപ്പോഴും ഞാനും ഇച്ചിരി അങ്ങോട്ട് കൊടുത്തു. അപ്പോഴങ്ങനെ സങ്കടങ്ങൾ ഞങ്ങൾ കൈമാറിയിട്ട് പിന്നെ വീണ്ടും കാണാം എന്നും പറഞ്ഞ് അപ്പൂപ്പ ഞങ്ങൾ പോയി കേട്ടോ. 4 പപ്പടം എടുത്ത് 100 രൂപ കേട്ടോ. അപ്പൂപ്പ വിലയൊക്കെ കൂട്ടിയോ പപ്പടത്തിൻ്റെ? 20 രൂപയായിരുന്നു, ഇപ്പം 25 രൂപയാണ്. പക്ഷെ നല്ല പപ്പടം, സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് പൊള്ളും. അപ്പോഴും നമുക്ക് ഇന്ന് പൊള്ളിക്കേണ്ട കാര്യമില്ല, ഇന്നലെ പൊള്ളിച്ചതിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കടയിലെ പപ്പടം. അപ്പൂപ്പൻ്റെ പപ്പടം നല്ല സൂപ്പർ പപ്പടമാണ്. എന്താ കെമിക്കൽ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കെമിക്കലില്ലാതെ ഒന്നും സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നില്ല, എല്ലാം കെമിക്കലാണ് കഴിക്കുന്നത്. ഇതിനകത്ത് ഇനി എന്ത് കെമിക്കലാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നന്നായിട്ട് വരുന്ന പപ്പടം അപ്പൂപ്പനെ കേട്ടോ. ആ അപ്പൂപ്പൻ അപ്പോഴും വീണ്ടും സന്ധിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പൂപ്പനെ പറഞ്ഞു വിട്ടു കേട്ടോ. പറഞ്ഞില്ല, മറന്നുപോയി. പക്ഷെ വന്നപ്പോഴേ ചോദിച്ചു, മോളെ കണ്ടില്ലല്ലോ. അപ്പോഴിതാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു മനുഷ്യനെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, പിന്നെ ഏത് ഉറക്കപ്പിച്ചാലും ഞാൻ അവരെ തിരിച്ചറിയുമെന്നുള്ളത് സത്യം തന്നെയാണ്. അതിപ്പോൾ ഏത് കള്ളനെയാണെങ്കിലും. കള്ളന്മാരൊക്കെ രാത്രി പേടിപ്പിക്കാനൊക്കെ ഇറങ്ങത്തില്ല കേട്ടോ. അതുകൊണ്ട് കള്ളന്മാരൊന്നും ഞങ്ങളുടെ ഈ പ്രദേശത്തൊന്നും വരത്തില്ല. ഞാനുള്ളത് കൊണ്ട് അവർക്കറിയാം ഞാൻ തിരിച്ചറിയുമെന്ന്. തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്കറിയാം ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്തെ കള്ളന്മാർ വരത്തില്ല. ഇവിടെ അങ്ങ് കള്ളന്മാർ വന്നാലുണ്ടല്ലോ, ഞങ്ങൾ പട്ടി എല്ലാത്തിനെയും, എല്ലാ വീട്ടിലും ഉണ്ട് പട്ടി. 2 പട്ടി വീതം ഉണ്ട് എല്ലായിടത്തും. എല്ലാത്തിനെയും അങ്ങ് അഴിച്ചു. നമ്മൾ ചീനി വെന്തോന്ന് നോക്കിയതാണ്, വെന്തോ വരുന്നു കേട്ടോ. വേട്ടോ എന്നിട്ട് ഊറ്റിയിട്ട് കാണിക്കാം, ഇളക്കിയിട്ടൊക്കെ കാണിക്കാം. എനിക്ക് ഒത്തിരി സമയമാകും. അങ്ങനെ നമ്മൾ നമ്മുടെ ചീനിയൊക്കെ കുഴച്ചെടുത്ത് കേട്ടോ. കുഴച്ചെടുത്തു. എനിക്ക് കൈ വയ്യുന്നില്ല, ഇല്ല ബാത്റൂം തേച്ചരി അത് ചെയ്യുന്ന ദിവസം എനിക്ക് കൈ എടുക്കാൻ വയ്യ. നമ്മളിങ്ങനെ കഴുകത്തി. ചീനിയും കൂടെ കുഴച്ചപ്പോഴത്തേനെ ഒരു ചാരി പോയണം. കുഴപ്പമില്ല, നല്ല ചീനിയാണ്. ഒത്തിരി ദിവസമായില്ലേ ചീനി കിട്ടുന്നത്. എൻ്റെ സൂപ്പൊക്കെ എടുക്കാത്ത ചീനി കേട്ടോ. മത്തിക്കറിയും ചീനി അടിപൊളി സൂപ്പർ. എൻ്റെ സാറേ അത് കഴിക്കണം. പിന്നെ നമ്മൾ മീൻ പൊള്ളില്ല, മീൻ വറക്കും കേട്ടോ. അപ്പോഴതൊക്കെയുള്ളൂ നമ്മുടെ കൂട്ടാനി കറികളും. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, കഴുകിയിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എത്തി നോക്കും. അമ്മയുടെ അടുത്തൊന്നും വെട്ടിച്ചിവിടെ വയ്ക്കും. ഞാൻ എന്തോ എടുക്കുവാന്ന് എന്നിട്ട് എന്നോട് പറയാം, എനിക്ക് വെള്ളം തരുന്നു. ഞാൻ പറയും തരത്തില്ല, അപ്പുറത്ത് ഇളക്കുമെന്ന് പറയാം. അപ്പുറത്തമ്മ വെള്ളം തിളപ്പിച്ചിരുന്നു, അവിടുന്ന് കൊടുക്കും. ചുമ്മാതെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണണ്ടേ. അതിന് ഞാൻ ഓടിച്ച് അങ്ങോട്ട് വിടും കേട്ടോ. ഒരു ട്രിപ്പും കൂടെ എന്നിട്ട് ഞാൻ പറഞ്ഞു പൊയ്ക്കോളാം, അമ്മ വിളിക്കുന്നെന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ നിന്ന് അടി ഇട്ടേണ്ട അങ്ങ് ഓടി പൊയ്ക്കോളാൻ പറഞ്ഞു. പോയി അതുകൊണ്ട് കേട്ടോ. അപ്പോഴും പാത്രമൊക്കെ കുറച്ചൊന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. പാത്രം കുറച്ച് കഴുകാനുണ്ട്, അതൊക്കെ ഉള്ളൂ, പരിപാടിയൊന്നുമില്ല. അവിടെ വിശറി ഉണ്ടോ? നിങ്ങളൊക്കെ ഇങ്ങനെ വിശറിയൊക്കെ ഉണ്ടാക്കി വെച്ചോ?
നല്ല വിശറി കേട്ടോ. പാളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാം. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞ അമ്മ ഒന്നും ഓടിയിടാന്ന്. പോമ്മ ചിലപ്പം നല്ല ഇതായിട്ട് മൂടായിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പാളയിലൊക്കെ വെച്ചൊന്ന് ഓടിപ്പിക്കും കേട്ടോ. പിന്നെ വീണില്ല, ഇതേ വീണുള്ളൂ അവസാനം. നല്ല കാറ്റുണ്ട് കേട്ടോ. എന്തൊക്കെ ചെയ്താലെന്താ, ഈ ചൂടിലൊരു ശമനമില്ലല്ലോ. എന്തോ ചെയ്താലെന്താ. മൂക്കട്ടെ മീനെ മൂക്കട്ടെ. സംഭവം എങ്ങനെയാണെന്ന് നോക്കട്ടെ ആദ്യം. നല്ല മഴ പെയ്യുന്നത്, അന്നേരം നമുക്കൊരു വെള്ളം ഉണ്ടാക്കണ്ടേ. വെള്ളം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ എനിക്ക് മഴ കാണുമ്പോൾ വെള്ളം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇതാണ്. അടിപൊളി സൂപ്പർ മഴ, സൂപ്പർ മഴ. പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ. മഴ മഴ കുട കുട മഴ. തട്ടും പുറത്ത് തേങ്ങ എടുത്തിടും. പൊതിയന വല്ല വീഴുന്നോ. നമ്മളെ മാലയൊക്കെ കിടക്കും. ദൈവമേ, മാലയൊക്കെ കാത്തു വെച്ചുകൊണ്ടായി. എനിക്ക് ഒന്നാതെ പേടി കേട്ടോ. ഞാൻ പിന്നെ ഇവരെ ഇരിക്കുന്ന ധൈര്യത്തിന് ഞാനങ്ങ് ചെയ്യുമോ ഇവിടെ കേട്ടോ. ഇനി വെട്ടപ്പോൾ ഞാൻ ഏതെങ്കിലും കട്ടിൻ്റെ എടുത്ത് നോക്കിയാൽ മതിയാണ്. അങ്ങനെ ദേ നമ്മുടെ വെള്ളം റെഡിയായി. സാരമില്ല, ഇല്ലാതിരുന്ന മഴയാ. ഇച്ചിരി മഴയൊക്കെ നമുക്ക് കൊള്ളാം. അയ്യോ, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തേ. വേണ്ട കണ്ടോ, അടിപൊളി കാറ്റും അടിപൊളി സൂപ്പർ മഴയും. വേണ്ട കാറ്റേ നീ വിശക്കുമ്പോൾ തോറേ നീ പെയ്യണം ഇപ്പോൾ ആരോമൽ തോണിയിൽ എൻ്റെ ജീവനിരിപ്പു. ഇന്നലത്തെ ആ പാട്ട് അങ്ങേറ്റുപോയി മഴയ്ക്ക് കേട്ടോ. ആഹാ, മര്യാദയ്ക്ക് തകർത്തു വാരി പെയ്തോ, ഇല്ലെങ്കിലാ മഴ. ചെടികളൊക്കെ ഇങ്ങനെ ഉഷാറേ നിൽക്കുക. അങ്ങനെ മഴയൊക്കെ പെയ്ത് തീർന്നു. പക്ഷേ ചൂടിളക്കിയിട്ട് മഴ പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഭയങ്കര ചൂട്. എന്നാലും ഇച്ചിരി ഒരു നന്നായിട്ടൊക്കെ മഴ പെയ്തു കേട്ടോ. പക്ഷേ ഇനിയിപ്പം ചൂട് കൂടുതലാവും. അല്ലെങ്കിൽ പിന്നെ നാളെയും പെയ്യണം. അപ്പോഴും നാളെയും പെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോഴും ഞാൻ രാത്രി ആവുന്നത് നോക്കിയിരുന്നില്ല. അപ്പോഴും കുറച്ചൊന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നതാണ് കേട്ടോ. 5-6 പ്രാവശ്യം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് ദേ വന്ന്. അപ്പോഴിന്നത്തെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. മഴ പെയ്ത സന്തോഷം അതങ്ങനെ കേട്ടോ. ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട, അതാണ് സന്തോഷം. അപ്പോഴും നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.